ലേക്ക് സ്വാഗതം. ഇന്നൊരു ഗംഭീര കക്ഷിയാണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമില്ല, കാരണം ഓൾറെഡി ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ നിങ്ങളിലേക്കൊക്കെ എത്തിയിട്ടുള്ള ചിപ്പു LC ഗേൾ ആണ് നമുക്കൊപ്പം ഇന്ന് ചേരുന്നത്. ചിപ്പുവിൻ്റെ ശില്പ സുരേന്ദ്രൻ. ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ചിപ്പു എന്തായാലും നമുക്കൊപ്പം ചേരുകയാണ്. വരൂ വരൂ. ഹലോ. ഞാൻ പറയായിരുന്നു ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല. വെൽക്കം. എങ്കിലും അറിയാൻ ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാവും എങ്ങനെയാണ് ഈ ഒരു എൻട്രി എന്നൊക്കെ ഉള്ളത്, ഈ ഒരു രംഗത്തേക്ക് വന്നത് എന്നൊക്കെ ഉള്ളത്. നമുക്ക് കുറച്ച് പുറകിലേക്ക് പോയാലോ. എങ്ങനെയാണ് ഈ കാറുകളോടുള്ള പ്രണയം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രണയം, ഒരു ഇഷ്ടം തുടങ്ങിയത്? സോ ആക്ച്വലി ഒരു ബ്രേക്ക്ഔട്ട് മൊമെന്റിലാണ്, ലൈഫിലെ ഒരു ബ്രേക്ക്ഔട്ട് മൊമെന്റിലാണ് പിന്നെ ഞാൻ കാറിലോട്ട് എൻ്റർ ചെയ്ത് ആ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ആക്ച്വലി മൂവ് ചെയ്തത്. സോ നമ്മൾ മൂവ് ഓൺ ചെയ്യാൻ അല്ലെങ്കിൽ ഹീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒന്ന് ചൂസ് ചെയ്യില്ല. സോ അതിൽ ചൂസ് ചെയ്തതായിരുന്നു കാർസ്. സോ അതിൽ സക്സസ്ഫുൾ ആയിട്ട് മൂവ് ചെയ്തു. ഓക്കെ. ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ ഒരുപാട് ഇപ്പോ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആളാണല്ലോ. ഒരുപാട് ആളുകൾക്ക് പ്രചോദനമാവുന്നുണ്ടല്ലേ? എങ്ങനെയാണ് അങ്ങനെ ഒരു പ്രതികരണം ലഭിക്കുന്നത്? എങ്ങനെയാണ് ഇപ്പൊ ആളുകളൊക്കെ തിരിച്ചറിയുന്നുണ്ട്? അത് ഗേൾസിനെയാണ് ആക്ച്വലി ഞാൻ ഇൻസ്പയർ ചെയ്യാൻ നോക്കുന്നത്. കാരണം നമ്മള് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കുറെ ഇഷ്യൂസ് ഒക്കെ നമ്മളുടെ സമൂഹത്തിൽ നിന്ന് ഫേസ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഡൗൺ ആയി പോകുന്ന കുറെ ആൾക്കാരെ ഇൻസ്പയർ ചെയ്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. സോ അതിലാണ് മെയിൻ ആയിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അതില് ഗേൾസ് ഇങ്ങനെ ഒത്തിരി പേര് മെസ്സേജ് ചെയ്യാറുണ്ട്, ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ മൈൻഡ് ഓക്കെ ആവും അല്ല അങ്ങനെയൊക്കെ ചോദിക്കും, ടെസ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുമോ എന്നൊക്കെ ചോദിക്കും, ഈ ഫീൽഡിലോട്ട് വരാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കും. പക്ഷെ എനിക്ക് ആക്ച്വലി ഒരു ബാക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു, നമ്മുടെ കുറെ ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ഈ വണ്ടി പ്രൊവൈഡ് ചെയ്യാനും അതിനൊക്കെ കുറെ പേര് ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് വരാൻ പറ്റിയത്. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത കുറെ പേരുണ്ട്. പക്ഷെ അവർക്ക് വണ്ടി തന്നെ ചൂസ് ചെയ്യണമെന്നില്ല, വേറെ കാര്യങ്ങളും ചൂസ് ചെയ്യാൻ. ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമാണല്ലോ. നമ്മുടെ മൈൻഡ് മാറ്റുക എന്നുള്ളതാണ് പ്രധാനം. ഞാൻ പറയട്ടെ, സാധാരണ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഡ്രൈവിംഗ്, പ്രത്യേകിച്ച് സ്ത്രീകള് ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കടന്നു എന്ന് പറയും. അവിടെ നിന്ന് ഒരുപാട് സ്റ്റെപ്പ് മുന്നോട്ട് പോയ ആളാണ്. എങ്കിലും ഡ്രൈവിംഗ് എല്ലാ ലേഡീസും പഠിച്ചിരിക്കണം. ബിക്കോസ് നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ഏതൊരു സിറ്റുവേഷനിലും പോവാം. കാരണം ഞാൻ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്, ഒന്ന് ഓഫീസിൽ പോവാൻ വരെ ഹസ്ബൻഡ് വരാൻ വെയിറ്റ് ചെയ്ത് നിൽക്കും. അതെ 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 അതെ. അപ്പം അല്ല, പുറത്തോട്ട് പോവാൻ ഇപ്പൊ ഒരു ഷോപ്പിങ്ങിന് ആണെങ്കിൽ ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. പക്ഷെ അതിന്റെ ആവശ്യമില്ല, അവരെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. സത്യത്തിൽ നമുക്കൊരു പാർട്ട്ണറെ വേണ്ട പല കാര്യങ്ങൾക്കും. സീരിയസ്ലി നമുക്ക് ഇത് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു പീരീഡ് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ഞാൻ അത് തന്നെയാണ് ഓവർകം ചെയ്തത്. ഓക്കെ. ഞാൻ ചോദിക്കുന്ന ആ ഒരു സ്പാർക്ക് വന്ന സമയം ഉണ്ടാവും. ടീച്ചർ കൂടിയാണ് കേട്ടോ, പ്രൊഫഷൻ ഇങ്ങനെ അങ്ങേയറ്റം ഇങ്ങേയറ്റം നിൽക്കുവാണ്. അപ്പൊ നമുക്കിത് രണ്ടും കൂടെ മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം പാരന്റ്സ് നോക്കുന്ന എപ്പോഴും ലൈക്ക് ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ടീച്ചറിനെയാണ്. കോസ്റ്റ്യൂം വൈസ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മള് ആൾക്കാരുടെ ഇടയിൽ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന കൂടുതലും ബോയ്സിന്റെ കൂടെ. അപ്പം ഒബ്വിയസ്ലി പാരന്റ്സിന് അതൊരു പ്രശ്നം തന്നെയാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ആ ഒരു സ്പാർക്ക് വന്നത് എപ്പോഴായിരുന്നു? നമുക്ക് ഈ ഫീൽഡ്, എനിക്ക് എന്റെ ഫീൽഡാണ് എന്ന് വിചാരിച്ച് ഈ ഒരു രംഗത്തേക്ക് വന്നത്, ആ ഒരു സ്പാർക്ക് എപ്പോഴായിരുന്നു? അത് 3 years മുന്നേ ഞാൻ ആക്ച്വലി നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിരുന്നു. എന്നിട്ട് ആ ഒരു 1 year ഗ്യാപ്പ് എടുത്തു, കുറെ ട്രാവലൊക്കെ ചെയ്തു, ഓൾ ഇന്ത്യ കംപ്ലീറ്റ് ചെയ്തു. അതിന് ശേഷം പിന്നെ വണ്ടീനെ ലൈക്ക് മുന്നേ ഞാൻ വണ്ടീനെ ഇഷ്ടമാണ്. ലൈക്ക് ഒരു 15 years ആയപ്പോ ഞാൻ വണ്ടി ഓടിച്ചു തുടങ്ങി, ലൈസൻസ് ഇല്ലെങ്കിലും. അതെ അതെ അതെ. പക്ഷെ ഈ ഒരു ലൈക്ക് ഇത് പാഷനായിട്ടായത്, റേസിംഗ് ഇതാക്കി എടുക്കാൻ തോന്നി. അതില് കുറെ ഫ്രണ്ട്സ് ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് എന്റെ സ്ട്രഗ്ലിംഗ് പീരീഡ് കണ്ട ആൾക്കാരുണ്ട്, അതിൽ ഹെൽപ്പ് ചെയ്തിട്ടാണ് മുന്നോട്ട് വന്നത്, അല്ലാണ്ട് വന്നതല്ല. ഞാൻ എപ്പോഴും പറയില്ല, എന്തെങ്കിലുമൊക്കെ മനസ്സിന് പ്രശ്നമുള്ള സമയത്ത് നമ്മൾ ഡ്രൈവ് ചെയ്യരുത് എന്ന് പറയും. അപ്പൊ എനിക്ക് തോന്നുന്നു വലിയ ബുദ്ധിമുട്ടിൽ നിന്ന് മാറ്റിയത് ആ ഡ്രൈവിംഗ് ആണ്. ഡ്രൈവിംഗ് ഹീൽസ്. എങ്ങനെയാ അപ്പോ തുടക്കം ഏത് വണ്ടിയിലായിരുന്നു? ഈ വണ്ടികളോടുള്ള പ്രണയം തുടങ്ങിയപ്പോ ഏതൊക്കെ സ്വന്തമാക്കാൻ പറ്റി, അതിനെ കുറിച്ചൊന്ന് പറയാമോ? ഒരു ലാൻഡ് ക്രൂസർ ഉണ്ട്, LC 80 സീരീസ് ആണ്. റൈറ്റ്. അതിപ്പം ലൈക്ക് നമ്മളുടെ കസ്റ്റംസിന്റെ ഇഷ്യൂ ആയിട്ട് സീസ് ചെയ്തിട്ടിരിക്കുകയാണ്. പക്ഷെ അത് ആക്ച്വലി നമ്മളുടെ ഫോർജ്ഡ് ഡോക്യുമെന്റ്സോ അല്ലെങ്കിൽ ഇല്ലീഗൽ ഇമ്പോർട്ട് അല്ല എന്ന് തെളിയിക്കുന്ന ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്ത്
ഒബ്വിയസ്ലി ഇനി കുറച്ച് ഞാൻ ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ശില്പ പറഞ്ഞു കഴിഞ്ഞു. ഓപ്പറേഷൻ നമ്മളെല്ലാരും കേട്ടതാണ്. കുറെ സെലിബ്രിറ്റീസിന്റെ പേര് വന്നു, നമ്മളിങ്ങനെ വാർത്തകൾ കൊടുക്കുന്നു, ആ സെലിബ്രിറ്റീസിന്റെ കൂടെ നമ്മുടെ ഒരു പെക്കച്ചും കൂടെ ആയിരുന്നു. എങ്ങനെയായിരുന്നു ഫസ്റ്റ് ടൈം അതിനെ ആ ഒരു കേസ് വന്ന സമയത്തുള്ള? ആക്ച്വലി നമുക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ് ആയിരുന്നു ആ ടൈം. ഞാൻ BP ഒക്കെ ഡൗൺ ആയിട്ട് ഹോസ്പിറ്റലൊക്കെ ആയി. ഭയങ്കര സ്ട്രെസ്, കാരണം നമ്മള് ഫുൾ ഇൻവെസ്റ്റ്മെന്റ് അതിലാണ്. 15 lakhs കാറാണ്. അപ്പൊ ഫുൾ ഇൻവെസ്റ്റ്മെന്റ് അതിലാവുമ്പോഴത്തേക്കും ടോട്ടലി ഞാൻ ഇങ്ങനെ ആ കസ്റ്റംസ് ഓഫീസിൽ നിന്നൊക്കെ ഇറങ്ങി വരുമ്പോ ഞാൻ ഫസ്റ്റ് കോൾ ഒന്ന് പറഞ്ഞു, അത് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയുന്ന ഞാന് ഒരു ആക്സസറി ഷോപ്പ് തുടങ്ങി, ഓഫ് റോഡ് ടയേഴ്സ് ഒക്കെ. അപ്പൊ അതിന്റെ ഒരു ഡെലിവറിക്ക് നിന്ന ടൈമിലാണ് എനിക്ക് ഇങ്ങനെ കോൾ പറഞ്ഞത്, വണ്ടിക്ക് ഡോക്യുമെന്റ്സ് ഫോർജ്ഡ് ആണെന്ന് പറയുന്നത്. അപ്പൊ ഞാനിങ്ങനെ കേട്ടി, ഇല്ല ഞാനെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇല്ല. പിന്നെ ലൈക്ക് വിത്തിൻ സെക്കൻഡ്സ് വീട്ടിൽ വരുന്നു. ബിക്കോസ് എന്റെ വീട്ടുകാർ ആരും ഇതിലോട്ട് യാതൊരു ബന്ധമില്ലാത്തവരാണ്. അവര് വണ്ടി പോലും ഇല്ല, സീരിയസ്ലി കാർ ഇല്ല അവർക്ക്. അപ്പൊ അവരുടെ അടുത്ത് ഇതൊക്കെ ചെല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് തകർന്നു. അപ്പൊ അച്ഛൻ ആക്ച്വലി ഫെയിന്റിങ് ഉണ്ടായി, പിന്നെ അമ്മയ്ക്കും അച്ഛനും ആക്ച്വലി ഹാർട്ട് പേഷ്യൻസാ. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ ഞാൻ വന്നു, അവരുടെ അടുത്ത് സംസാരിച്ചു. അത് കുറച്ച് ലൈക്ക് നമുക്ക് കുറച്ച് ലൈക്ക് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണത്. അതിനുശേഷം വന്നു. അപ്പൊ പിന്നെ ഫേസ് ചെയ്യാന്നുള്ളൊരു ഇത് കിട്ടി. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ ഒരു 1 week സത്യത്തിൽ നമുക്ക് ആ കേസ് ഒന്ന് മനസ്സിലാകണമെങ്കിൽ തന്നെ കുറച്ച് സമയം എടുത്തല്ലേ. എന്തിനാണ് നമ്മള്, കാരണം ഒരു ദിവസം രാവിലെ ഒരു ഇതും ഇല്ലാതെ ഒരു ദിവസം രാവിലെ വന്നത്. അതും വന്നതൊക്കെ ഇങ്ങനെ ഭൂട്ടാൻ വാഹന അത് സ്റ്റിൽ എനിക്കിപ്പോ ഓർമ്മയുണ്ട്. ഈ ആക്ച്വലി ഇഷ്യൂ നടന്ന സമയത്ത് എന്റെ കുറെ ഫോട്ടോ വീഡിയോ വെച്ചിട്ട് ചുമ്മാ നമ്മളുടെ കുറെ ശത്രുക്കളൊക്കെ ഉണ്ടാവും, അവര് ഫോട്ടോയും വീഡിയോ ഒക്കെ വെച്ച് റീൽസ് ഒക്കെ ഉണ്ടാക്കും, ആഘോഷിച്ച്. അപ്പൊ ഞാൻ അതിന്റെ കംപ്ലൈന്റ് കൊടുക്കാൻ പോകുമ്പോ ഒരു പോലീസിന്റെ മെസ്സേജ് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ഫോൺ, എടാ ആ ഭൂട്ടാന് വണ്ടിയുള്ള കൊച്ചിന്റെ ഒരു കംപ്ലൈന്റ്. അപ്പൊ ലൈക്ക് പോലീസുകാരെ വിചാരിക്കും അത് ഭൂട്ടാൻ തന്നെയാന്നുള്ളത്. ഇപ്പോഴും എല്ലാരും പറയും ഭൂട്ടാൻ തന്നെ ഭൂട്ടാൻ. പക്ഷെ ലൈക്ക് നമുക്ക് ആ ഡോക്യുമെന്റ്സ് കിട്ടിയപ്പം ഒരു സമാധാനമായിരുന്നു. ഇപ്പൊ ഫുൾ പ്രോസസ് കഴിഞ്ഞു. അതെ, അത് നമുക്ക് മാറി. അതെ, നമ്മുടെ വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല. ലൈക്ക് കുറച്ച് ദിവസത്തിനാ റിലീസ് ചെയ്യുമെന്ന് പറയപ്പെടുന്നു. ഇങ്ങനെ വണ്ടി ഇഷ്ടമുള്ളവർക്ക് അവരവരുടെ വണ്ടി അങ്ങനെ തന്നെയാണോ? നമ്മളുടെ ലൈക്ക് ഒരു പാർട്ട്ണറെ പോലെ തന്നെയാണ് വണ്ടി. അത് നമ്മളുടെ കയ്യിൽ ഇല്ലാതിരിക്കുമ്പോ ഭയങ്കരമായിട്ട് ഒരു ഫീലിംഗ് ഉണ്ടാവും. അതെ, ഞാൻ ചോദിക്കട്ടെ, ഇൻഫ്ലുവൻസേഴ്സ് എന്ത് വന്നാലും അതിനെ ഇങ്ങനെ പോസിറ്റീവായി എടുക്കുന്ന ആളുകളാണ്. അപ്പൊ ഈ കേസ് വന്നപ്പോ കുറെ കൂടി ആളുകൾ കൂടിയോ? സ്ട്രെസ് ആയിരുന്നു, പക്ഷെ അത് ഓവർകം ചെയ്ത് ഈ സിറ്റുവേഷനിൽ നിന്ന് അടുത്തടുത്ത കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയപ്പോ എല്ലാവർക്കും ഇൻഫ്ലുവൻസ് ആയി. കാരണം ഒരു ഡെഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നില്ലല്ലോ. കുറെ പേര് ഇത് വന്ന സമയത്ത് അവരെന്ത് ചെയ്ത് ബാക്ക് ഔട്ട് ചെയ്ത് നമ്മൾ മീഡിയാസിന്റെ മുന്നിൽ വരണ്ടെന്നുള്ള ഒരു ഡിസിഷൻ. എനിക്ക് ആ മുഖം ഓർമ്മയുള്ള എന്താണോ, വളരെ കൂളായിട്ട് നിന്നിട്ട് സത്യത്തിൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അങ്ങനെയായിരുന്നു സംസാരം. വൈറ്റ് എല്ലാം നമ്മൾ കാണുമ്പോ ശില്പയുടെ വൈറ്റ് സത്യത്തിൽ ഇതിന് എല്ലാ പേപ്പറൊക്കെ ഉണ്ട്, ഇത് ഞാൻ അഞ്ചാമത്തെ ഓണറാണ് ഞാൻ, അങ്ങനെയല്ലായിരുന്നു വൈറ്റ്. അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ചെറിയ പെൺകുട്ടി വന്ന മൈക്കിന് മുമ്പിൽ ഒരു കൂളായിട്ട് പറയണം, എനിക്ക് എന്റെ വണ്ടിക്ക് ഞാൻ ഓക്കെയാണ്. പക്ഷെ ആ സിറ്റുവേഷൻ ഓവർകം ചെയ്തപ്പോ വീണ്ടും നമ്മളൊരു ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞൊരു ഇത് നമുക്ക് നമുക്ക് അതൊരു പോസിറ്റീവ് ആണല്ലോ, ഫോളോവേഴ്സ് കൂടി എന്നുള്ളത്. ഇത് ഇവനെ കുറിച്ച് പറയൂ. ഇത് ആക്ച്വലി എന്റെ ഫ്രണ്ടിന്റെ ആണ്, നമ്മളുടെ ഓഫ് റോഡ് ക്ലബിലുള്ള ട്രിവാൻഡ്രം ഓഫ് റോഡേഴ്സ് ക്ലബിലുള്ള. ഇത് വെച്ചിട്ടാണ് നമ്മൾ കുറെ റേസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. മാത്രമല്ല റേസിലൊക്കെ പ്രൈസ് കിട്ടിയിട്ടുള്ളത് ഇവനെ ഓട്ടിച്ചിട്ടാണ്. പിന്നെ ഇവനെ ഓടിക്കുമ്പോൾ നമുക്കൊരു സ്പെഷ്യൽ ലൈക്ക് കോൺഫിഡൻസ്, നമ്മൾ ഓട്ടിക്കുന്ന വണ്ടി ഓടിക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. എപ്പോഴും എനിക്ക് അതാണ് പറയാനുള്ളത്. ലേഡീസ് ആണെങ്കിൽ ഇപ്പോൾ ഒരു റേസിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ഓട്ടിക്കുന്ന വണ്ടി തന്നെ ഓട്ടിക്കുക, അപ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആവും വേറെ വണ്ടി എടുത്ത് ഓട്ടിക്കണേ. ശരി, അപ്പൊ ഈ റേസിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും സാധാരണ സ്ത്രീകൾ ഒരുപാട് വരാത്തൊരു ഇതാണ്, പക്ഷെ ഇപ്പൊ കുറച്ചുപേരൊക്കെ വരുന്നുണ്ട്. റേസിനെ കുറിച്ച് ശരിക്കും ഞാൻ ഇറങ്ങിയ ടൈമിൽ ആകെ 2-3 ലേഡീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 2 years ബിഫോർ ആണ്. അപ്പം 2-3 ഫസ്റ്റ് റേസ് വരുന്ന ട്രിവാൻഡ്രത്താണ്, 2-3 ലേഡീസേ ഉള്ളൂ. പക്ഷെ പിന്നെ ഇപ്പം ലൈക്ക് കൊറേ ആൾക്കാരുണ്ട്, ഒരു 7-8 പേര് നമുക്ക് എൻട്രി തന്നെ വരുന്നുണ്ട്. അപ്പം നമുക്കത് കാണുമ്പോഴത്തേക്ക് അത് മാത്രല്ല ഓരോ ഇവന്റ്സ് കഴിയുമ്പോ അവരുടെ ലൈക്ക്
നമ്മളുടെ ടൈം വെച്ചാണ് നമ്മൾ റേസ് പാർട്ടിസിപ്പേഷൻ. അവിടെ ടൈം ഒക്കെ കുറഞ്ഞ് അവര് നമ്മളുടെ കൂടെ കോമ്പറ്റീറ്റ് ചെയ്ത്, അതായത് കട്ടക്ക് എല്ലാം കൂടി മത്സരം ഒന്ന് ടൈറ്റ്. അതെ അതെ അതെ, മത്സരം ടൈറ്റ് ആയി. പക്ഷെ അത് രസമാണ്, എതിരാളികൾ ഉള്ളപ്പോഴാണല്ലോ ജയിക്കാൻ പറ്റുന്നത്. ഈ റേസിലേക്ക് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക ലാഭമുണ്ടോ? ഇല്ല, നഷ്ടം മാത്രമേ ഉള്ളൂ. ലാഭമില്ല, ആക്ച്വലി എല്ലാരുടെ അടുത്തും പറയാനും ഉദ്ദേശിക്കുന്നത് അതാണ്. കാരണം നമ്മളുടെ കുറേ പൈസയാവും. നമുക്ക് റിട്ടേൺസ് കിട്ടാൻ ലൈക്ക് ഓൾമോസ്റ്റ് ഒരു 5 to 10 years ആവുമായിരിക്കും. ഇപ്പോഴും നമുക്ക് റിട്ടേൺസ് കിട്ടിയിട്ടില്ല. സ്പോൺസേഴ്സ് ഒക്കെ വന്ന് നമ്മള് ഇത് നമ്മുടെ ക്യാഷ് ആവുമെന്ന് പറയുന്നത് എൻട്രി ഫീസ് ഉണ്ട്, വണ്ടിയുടെ എക്സ്പെൻസ് ഉണ്ട്, വണ്ടി നമ്മൾ ഇല്ലെങ്കിൽ അത് റെന്റ് ഔട്ട് ചെയ്യാനുള്ള എക്സ്പെൻസ് ഉണ്ട്, ട്രാവല് മീൻസ് റേസ് ഒന്നും ഒരിക്കലും നമ്മളുടെ നാട്ടിൽ തന്നെ ആയിരിക്കില്ല. അതെ അതെ. പിന്നെ നമ്മൾ അക്കോമ്പനി ചെയ്യുന്ന ഒരു സർവീസ് മാൻ ഉണ്ടാവും, അവരുടെ എല്ലാവരുടെയും നോക്കണമല്ലോ. മൊത്തത്തില് ഒരു 50,000 രൂപ നമുക്ക് ഒരു കൊടുക്കണം. ഇങ്ങോട്ട് നോർമലി ലേഡീസിന് ക്യാഷ് പ്രൈസ് വളരെ കുറച്ച് ഇവന്റ്സ്, നമ്മളൊരു 10 ഇവന്റ്സ് ഒക്കെ 2 ഇവന്റ്സിന് മാത്രമേ ലേഡീസിന് ക്യാഷ് പ്രൈസ് ഉള്ളൂ. അപ്പൊ അത് ഭയങ്കര നഷ്ടമാണ്. പക്ഷെ നമ്മുടെ മനസ്സിന് ഇഷ്ടമാണ്. എല്ലാരും ചോദിക്കും അങ്ങോട്ടൊക്കെ പൈസ കൊടുത്തിട്ട് പക്ഷെ നമ്മളുടെ ഒരു പാഷൻ, നമ്മളൊരു ഡ്രീം ഉണ്ടാവില്ല, ആ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, നേരത്തെ ഫാമിലിയെ കുറിച്ച് ജസ്റ്റ് പറഞ്ഞു പോയി, അപ്പനെ അമ്മയെ കുറിച്ച് പറഞ്ഞു, അച്ഛനെയും അമ്മയെ കുറിച്ച് പറഞ്ഞു. അവര് ഈ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ അവര് വീഡിയോസേ കാണാറില്ല. എനിക്ക് ഞങ്ങടേക്ക് പോയിക്കോട്ടെ എന്ന് കാണിച്ചാലും കാണേ വേണ്ട. അവരാണ് എന്നെ ശരിക്കും ഡ്രൈവിംഗ് പഠിപ്പിച്ച, അച്ഛനാണ് പഠിപ്പിച്ച. പക്ഷെ പിന്നീട് അച്ഛൻ ഇപ്പത്തത് പഠിപ്പിക്കായിരുന്നു. ഇത് ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴും ടീച്ചിങ്ങിന് പോയത്? ടീച്ചർ ആണ് ഞാൻ. ശരിക്കും എഞ്ചിനീയറിംഗ് പഠിച്ചു. എവിടെയായിരുന്നു പഠനം? തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ്. കോളേജ് ടൈമിൽ ഈ ഒരു സ്പാർക്ക് ഒന്നും ഇല്ലായിരുന്നു? കോളേജില് ഞാൻ മാത്രമാണ് അവിടെ കാറിൽ പോകുന്നത്. ഹീറോയിൻ ആയിരുന്നു കോളേജില്. ഓക്കെ. അത് കഴിഞ്ഞ് ബൈക്കാണ് യൂസ് ചെയ്ത് തുടങ്ങിയത് ഫസ്റ്റ്. പിന്നെ ബൈക്കിൽ നിന്ന് മാറിയാണ്. സത്യത്തിലുണ്ടല്ലോ, നിങ്ങളെ പോലുള്ള സ്ത്രീകളെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഇതൊന്നും അറിയാത്തവരുണ്ടല്ലോ. 2 വീലർ ഓടിക്കും, പക്ഷെ ഒരു ഗിയറുള്ള ബൈക്ക് ഓടിക്കുമ്പോൾ, ബുള്ളറ്റ് ഓടിക്കുമ്പോൾ, ഇതുപോലെ കാറുകൾ ജീപ്പൊക്കെ ഓടിക്കുമ്പോൾ നമുക്കൊരു ഇങ്ങനെ തോന്നും നമുക്കും അങ്ങനെ ചെയ്യണം. നമ്മൾ ആക്ച്വലി കാണുമ്പോഴേ ഈ ഞാൻ ആക്ച്വലി ബൈക്ക് ട്രാക്കിൽ ഓടിക്കില്ല, പക്ഷെ ഈ ബൈക്ക് ട്രാക്കിൽ ഓടിക്കുന്ന ലേഡീസിനെ കാണുമ്പോൾ എനിക്കും ഇൻസ്പയർഡ് ആവും അത് ചെയ്യണം. അത് കുറെ കൂടി റിസ്ക് ആണ്. അത് കുറച്ചുകൂടെ നമുക്ക് റിസ്ക് ആണ്. നമ്മൾ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ ചോദിക്കുന്ന ഈ റിസ്ക് ഫാക്ടറിന്റെ കാര്യം, എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നമ്മുടെ റേസിനിടയിൽ? ഉണ്ടാവാതിരിക്കട്ടെ. നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കുക? നമ്മൾ നോർമലി കുറച്ച് ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഉളുക്ക് ചതവ് ഇതൊക്കെ ഉണ്ടാവും. കാരണം ഇത് പോയി അടിക്കല്ലേ. ജീപ്പൊക്കെ നമ്മളുടെ ഓട്ടോക്രോസ് ആണെങ്കിലും ഓഫ് റോഡിങ് ആണെങ്കിലും നമ്മളുടെ ഈ വണ്ടി പോയി ഇങ്ങനെ കുഴികളിലൊക്കെ വീണ് വരെയാണ്. അപ്പൊ നമ്മളുടെ നല്ല ബോഡി പെയിൻ. ഞാനത് ഇങ്ങനെ വിചാരിക്കും വീഡിയോ കാണുമ്പോ. ഇപ്പൊ നമ്മള് മഡിലാണെങ്കിൽ പോലും ഈ ഒലച്ചിലുണ്ടല്ലോ അല്ലെ, നല്ല ഒലച്ചിലുണ്ടാവും. പിന്നെ ഓഫ് റോഡിന്റെ കാര്യം പറയേ വേണ്ട. ഓഫ് റോഡ് ഫസ്റ്റ് ചെയ്തത് എവിടെയായിരുന്നു? ഫസ്റ്റ് ഉറുമ്പിക്കരയാണ് ചെയ്തത്. യുണൈറ്റഡ് കേരള ഓഫ് റോഡേഴ്സിന്റെ ഒരു ബിഗ് ഇവന്റ് ഉണ്ട്, നമുക്കൊരു 1 വീക്കോളം നിൽക്കുന്ന ഒരു ഇവന്റ്. അത് ഉറുമ്പിക്കര ചെയ്തു. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും ഭയങ്കരമായിട്ട് നമുക്കൊരു പ്രൗഡ് ഫീലിംഗ് തോന്നില്ല, അത് തോന്നിയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ ലേഡീസ് ഓഫ് റോഡിങ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഞാനപ്പം ഫൺ ഡ്രൈവ് പോലെ നമ്മുടെ എൽസിയും കൊണ്ട് പോവാണ് ചെയ്തത്. ആ എൽസി കൊണ്ട് അതിന്റെ ടോപ്പ് പോയി. അല്ല, അതിന്റെ ടോപ്പ് പോയി. അപ്പം അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞാൻ ആക്ച്വലി അപ്പൊ എനിക്കൊന്നും അറിയത്തില്ല ഇതില് 4 വീൽ എൻഗേജ് ചെയ്യാൻ പോലും ഞാൻ അവിടെ ഉള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ചാണ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇവന്റിൽ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ലേഡീസിനെ കണ്ടപ്പോൾ ഇൻസ്പയർഡായി അത് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണ് നമ്മുടെ ക്ലബിലുള്ളവർ ഹെൽപ്പ് ചെയ്ത് ജീപ്പ് തന്നു. അങ്ങനെ അന്ന് ഏച്ചി കൊണ്ട് പോയി മോളിൽ കയറി എന്ന് പറഞ്ഞില്ലേ, അന്ന് ആ ഗ്രൗണ്ട് സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര നല്ലായിരുന്നു. അത് ഓർക്കുമ്പോ ഏറ്റവും സന്തോഷം. കയ്യടി ഇപ്പോഴും ചെവിയിലുണ്ടാവും അല്ലേ? ഏറ്റവും കൂടുതൽ ഓട്ടോക്രോസ് ഇവന്റ് കാക്കൂര് വെച്ച് നടക്കുമ്പോഴാണ് ആ ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് അറിയാൻ പറ്റുന്നത്. ഗ്രൗണ്ട് സപ്പോർട്ട് ഉള്ളപ്പോൾ നമുക്ക് വണ്ടി ഓട്ടിക്കാനും ഭയങ്കര രസമാണ് കേട്ടോ, ഭയങ്കര രസമാണ്. ബിക്കോസ് അങ്ങനെ ഗ്രൗണ്ട് സപ്പോർട്ടുള്ള ട്രാക്കിലൊക്കെ ഞാൻ ഫസ്റ്റ് അടിച്ചിട്ടുണ്ട്. ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്തായിരിക്കും? ഓഫ് റോഡിലാണെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഏതെങ്കിലും ഒക്കെ ഒരു മത്സരത്തില് അങ്ങനെ നമുക്ക് ഓരോ ട്രാക്ക് ഇങ്ങനെ ഒരു ആശങ്ക തോന്നിയിട്ടുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റുമോ?
ചില സമയത്ത് നമ്മൾ ഭയങ്കര മെന്റലി ഡൗൺ ആയിരിക്കും, പല പല ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ. അപ്പം ചിലപ്പോൾ ഫിനാൻഷ്യലി, അങ്ങനെ മോസ്റ്റ്ലി ഫിനാൻഷ്യലി ആയിരിക്കും, അയ്യോ അടുത്ത എൻട്രി എടുക്കണമല്ലോ എന്നാല്. പക്ഷെ ആ ടൈമിലൊക്കെ നമ്മളിങ്ങനെ മൈൻഡിനെ സെറ്റ് ആക്കണം, നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ അങ്ങനെ മൈൻഡിന് സെറ്റാക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. വണ്ടി കംപ്ലീറ്റ് ചെയ്യാനോ ലൈക്ക് ട്രാക്ക് കംപ്ലീറ്റ് ചെയ്യാനോ പറ്റിയിട്ടില്ല. അതെപ്പോഴും എനിക്ക് എല്ലായിടത്തും കൊടുക്കേണ്ട ഒരു അഡ്വൈസ് ആണ്, മൈൻഡ് ആദ്യം സെറ്റ് ആക്കുക എന്നിട്ട് ചെയ്യാൻ നോക്കുക. അതായത് ഫിസിക്കലി മെന്റലി നമ്മൾ എന്താ ചെയ്യാ? ഇപ്പൊ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നമ്മള് റുട്ടീൻ, നമ്മുടെ കാര്യങ്ങൾ? ഫിസിക്കലി നമുക്ക് ലൈക്ക് നടക്കാൻ പോകും, അങ്ങനെയുള്ള കാരണം എപ്പോഴും നമുക്ക് ജിമ്മിൽ പോകാൻ പാടായിരിക്കും. നമ്മൾ ഒരു റേസ് പോകുമ്പോൾ നമുക്കൊരു 3 to 4 days അവിടെ പോകും, പിന്നെ റിട്ടേൺ ആയി വീണ്ടും ആ ബ്രേക്കായി. അപ്പൊ എപ്പോഴും ലൈക്ക് പോകുന്ന ടൈമിൽ ഇങ്ങനെ നടക്കാനും അല്ലെങ്കിൽ മോർണിംഗ് വാക്ക്, ഓടാ, അങ്ങനെയൊക്കെ നോക്കി നമ്മളുടേതായ കുറെ രീതികൾ ചെയ്യാൻ നോക്കും. ഇനി നമ്മൾ ടീച്ചിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഇടയ്ക്കേറി എനിക്ക് വരുന്ന ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, സോറി. ടീച്ചിങ്ങിലേക്ക് പോയത് എങ്ങനെയായിരുന്നു? അത് എംടെക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ, ബിടെക് കംപ്ലീറ്റ് ചെയ്തപ്പോഴേ ഞാൻ എൻ്റെതായ ഒരു സെന്റർ ഇട്ടു, കോച്ചിങ് സെന്റർ. ആ കോച്ചിങ് സെന്ററിൽ സക്സസ്ഫുൾ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക, ഭയങ്കര സക്സസ് ആയിരുന്നു കേട്ടോ. അത് 2 സെന്റേഴ്സ് തുടക്കാൻ പറ്റി ട്രിവാൻഡ്രത്ത് തന്നെ. അതിൽ തന്നെ ഒരു 250 സ്റ്റുഡൻസ് ഒരു സെന്ററിൽ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫാക്കൽറ്റീസിനെ വെച്ച് കോവിഡ് ടൈമിൽ ഒരു ഫാക്കൽറ്റിക്ക് തന്നെ 1 lakh സാലറി കൊടുക്കുന്ന രീതിയിലൊക്കെ കൊടുക്കാൻ പറ്റി. പക്ഷേ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ബ്രേക്ക് ഔട്ട് സിറ്റുവേഷൻ, നമ്മുടെ തന്നെ ലൈഫിൽ പാർട്ട്ണർ ആക്ച്വലി അതൊരു സിറ്റുവേഷൻ വന്ന് അത് ബ്രേക്ക് ചെയ്ത്, പിന്നെ ഞാൻ അത് എല്ലായിടത്തും ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് ഞാൻ ഫുള്ളി ഡൗൺ ആയി. പിന്നെ അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ കുറച്ച് പാടാണ്. ബിക്കോസ് അതുവരെ നമുക്ക് ഒരു ഹൈപ്പ് കിട്ടിയിട്ട് പെട്ടെന്ന് നമ്മളെല്ലാവരും മുമ്പിൽ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി. പിന്നെ ഞാൻ ഇത് കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ചെയ്യേണ്ട അവസ്ഥയായി. 2 സെന്റേഴ്സ് ഷട്ട് ഡൗൺ ചെയ്തു. പിന്നെ അവിടെ നിന്നാണ് നെക്സ്റ്റ് ഇതിലോട്ട് പോയി. പിന്നെ ടീച്ചിങ്ങിൽ ആക്ച്വലി സൈലത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ഈ റേസിങ്ങിന് ഇറങ്ങുമ്പോൾ നമ്മൾ ഈ സൈലം പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിപ്പിക്കുമ്പോൾ അവർക്ക് കുറേ വർക്ക് ടൈം വേണമല്ലോ, അപ്പൊ കുറച്ച് പാടാണ്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ ഫ്രീലാൻസ് ആയിട്ട് ക്ലാസ് എടുക്കും. അങ്ങനെ ഞാനിങ്ങനെ ഇങ്ങനെ ഇൻസ്പയർഡ് ആവുന്ന കഥകൾ പ്രേക്ഷകരോട് പങ്കുവെക്കുമ്പോൾ എനിക്ക് ഇപ്പൊ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം, ഞാൻ ഒരുപാട് അടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞല്ലോ, അതിൽ നിന്ന് വന്നല്ലോ ഇപ്പൊ വന്ന് നിൽക്കുന്ന ഒരു പൊസിഷൻ ഉണ്ട്. ആ പൊസിഷനിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ തോന്നുന്നത്? എങ്ങനെ കയറി വന്നു എന്ന് തോന്നുന്നുണ്ട്? എന്താണ് എനിക്ക് ഇപ്പോഴും എന്റെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ പാരന്റ്സിനെ മിസ് ഔട്ട് ചെയ്യുന്നുണ്ട്. അതാണ് എനിക്ക് മിസ് ഔട്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ. കാരണം ഈ ശരിക്കും നമ്മളുടെ ഡോക്ടേഴ്സ്, IAS ഉദ്യോഗസ്ഥർ, അവരൊക്കെ നമ്മളുടെ മുമ്പിൽ വന്നിരുന്ന് അവരുടെ കുട്ടികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് വേറെ ഫീലാണ്. ആ ഒരു നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇട്ട് ആ ഒരു ഫീല് കിട്ടണം. അത് ബ്രേക്ക് ഔട്ട് ആയപ്പോൾ നല്ല വിഷമമുണ്ട്. ഇപ്പോഴും അത് മിസ് ഔട്ട് ചെയ്യുന്നുണ്ട്. അതിലോട്ട് തിരിച്ചെത്തണം എന്നും ഇങ്ങനെ ആഗ്രഹിക്കും. പക്ഷെ കുറച്ച് പാടാണ്. നമ്മൾ ഇതിൽ നിൽക്കുമ്പോൾ അതിലോട്ട് തിരിച്ചിട്ട്, അല്ലെങ്കിൽ ഇതിൽ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്ത് ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറണം. ബിക്കോസ് ഇവിടെ അവർ നമ്മളെ എന്താണ് ഒരു ബ്ലാക്ക് ഔട്ട് ഇമേജ് ഉണ്ടാക്കി കഴിഞ്ഞു. അത് മാറണമെങ്കിൽ നമുക്കില്ലെങ്കിൽ കുറച്ച് ടൈം എടുക്കണം. ഇത്രയും ബോൾഡ് ആയിട്ടുള്ള ഒരാൾ നമ്മൾ കാണുമ്പോൾ, വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഇത്രയും ധൈര്യമുള്ള ഒരാൾ എപ്പോഴെങ്കിലും ഒക്കെ കരയാറുണ്ടോ? പിന്നെ അയ്യോടാ, ഞാൻ ഡിപ്രഷൻ്റെ അറ്റത്തെ സ്റ്റേജിൽ പോയിട്ട് തിരിച്ചു വന്ന ആളാണ്. സ്റ്റിൽ ലൈക്ക് ഞാൻ കൗൺസിലിങ്ങിനൊക്കെ ഞാൻ തനിയാണ് പോകുന്നത്. ബിക്കോസ് നമ്മളുടെ മൈൻഡാണ് നമ്മളുടെ പവർ. അത് പോയി കഴിഞ്ഞാൽ തീർന്നുമല്ലോ. അപ്പം ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ട്, എനിക്ക് ഉറക്കമില്ലാത്ത കുറേ ദിവസങ്ങളുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട് എനിക്കെന്തോ പ്രശ്നമുണ്ട്. എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചാൽ എനിക്കെന്തോ പ്രശ്നമുണ്ട്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്കൊന്ന് ഡോക്ടറെ കാണണം എന്നൊക്കെ പറഞ്ഞ് അവരെയൊക്കെ ഹെൽപ്പ് മേടിച്ചിട്ട് പോയിട്ടുണ്ട്. സീരിയസ്ലി ഇതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് നോക്കുന്നേ ഇല്ല, നമുക്ക് നോക്കേണ്ടി വരുന്നില്ല. ഇപ്പം ആക്ച്വലി ഫുള്ളി എൻഗേജ്ഡ് ആണ്. ഒരു ആഴ്ചയും റേസ് ഉണ്ട്. അപ്പൊ നമുക്കൊരു ഫ്രീ ടൈം ഇല്ല. അടുത്ത ആഴ്ചത്തെ റേസിന് എങ്ങനെ സെറ്റ് ചെയ്യുന്നുള്ളൊരു എനിക്ക് തോന്നുന്നു അവർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം അതായിരിക്കും. ഫുള്ളായിട്ട് എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. എല്ലാരും എൻ്റെ അടുത്ത് ആ ടൈം പറഞ്ഞു നീ എൻഗേജ്ഡ് ആയിട്ടിരിക്കും. പക്ഷെ എനിക്ക് ഒന്നും ചെയ്യാനില്ലായിരുന്നു ആ ടൈമില്. ഞാൻ ഒന്നും കണ്ടുപിടിച്ചില്ല എന്റേതായ ഒരു കാര്യങ്ങൾ. ശരിയാണ് കേട്ടോ, അത് ആ തെരഞ്ഞെടുപ്പ് ഭയങ്കര പ്രധാനമാണ്. നമ്മൾ ഡിപ്രസ്ഡ് ആയിരിക്കുമ്പോ എന്തിലേക്ക് നീ എന്തിലേക്കെങ്കിലും മാറുമെന്ന് പറയും, പക്ഷെ എന്തിലേക്ക് എന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ നമ്മള് ചിലപ്പോ ചെയ്യുന്ന കാര്യങ്ങൾ ഫെയിൽ ആവും. ഞാനത് എപ്പോഴും ആലോചിക്കും, അതൊരു കോഴ്സ് പോലെയാണ്.
ചിലപ്പോ രക്ഷപ്പെടും, ചിലപ്പോ ശരിയാവും. അപ്പൊ എന്തായാലും ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നതിൽ നമ്മൾ ഇവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, അതെ അതെ, അതിനെ കുറിച്ച് കൂടി പറയാമോ? എങ്ങനെയാ? അതില് ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ട്സ് തന്നെയാണ് ഹെൽപ്പ് ചെയ്തത്. അപ്പൊ അവര് എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പണികളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ കുറെ വീഡിയോസ് ഒക്കെ ഇട്ടു. അങ്ങനെ ഭയങ്കരമായിട്ട് എന്നിങ്ങനെ അല്ല അത് ഫ്രണ്ടിന്റെ. അപ്പൊ അതിലിങ്ങനെ മുന്നോട്ട് വന്നു. അപ്പൊ വീഡിയോസ് കണ്ട ആൾക്കാർ ഇൻസ്പയർഡ് ആയി. പിന്നെയാണ് കാറിലോട്ട് വന്നത്. അപ്പൊ ഈ വണ്ടി എനിക്ക് എപ്പോഴും ആഗ്രഹം, നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ വണ്ടിയുടെ പണി അറിഞ്ഞിരിക്കണമെന്നുണ്ട്. അങ്ങനെ ഞാൻ വണ്ടിയുടെ പണി അറിയാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഇപ്പോഴും ശ്രമിക്കണം. നമുക്ക് ചെറിയ കാര്യമല്ലല്ലോ, ഒരു ഭയങ്കര വലിയ സാധനമാണ്. അപ്പൊ ക്യൂരിയസ് ആണെന്നുള്ളതാണ് അതിന്റെ ഒരു ബേസ്. അതെ അതെ അതെ. എനിക്ക് ആക്ച്വലി എന്റെ വണ്ടി ഞാൻ തന്നെ ശരിയാക്കണമെന്നുണ്ട്. അതെ അതെ, ആഗ്രഹമുണ്ട്. അതിന് നമ്മള് മറ്റേ ഗ്ലാമറസ് ഫീൽഡിൽ നിൽക്കാൻ പറ്റില്ല. ഇത് നമ്മളിപ്പോ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന എന്താണ്? വർക്ക്ഷോപ്പിൽ എന്തെങ്കിലുമൊക്കെ ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്യുമായിരിക്കുമല്ലോ. വർക്ക്ഷോപ്പ് ആക്ച്വലി റീസ്റ്റോറേഷൻ വർക്ക്സ് ആണ്. പക്ഷെ ഞാൻ ഇപ്പൊ കൊറേ തിരക്കാണ്, ഈ റേസ് ആയിട്ട് നല്ല തിരക്കാണ്, റേസിന്റെ പ്രാക്ടീസ് ഒക്കെ ആയിട്ട്. അതിന്റെ ഒരു പ്രശ്നം കാരണം വർക്ക്ഷോപ്പിന്റെ ടൈം ഭയങ്കര കുറവാണ്. അപ്പൊ ഇപ്പൊ നേരത്തെ ഒരു ഇതിന്റെ കാര്യം പറഞ്ഞു, നമ്മളിപ്പോ പുതുതായിട്ട് ചെയ്തോണ്ടിരിക്കുന്ന ഒരു വണ്ടി എടുത്തു. വണ്ടികൾ ആക്ച്വലി ഭയങ്കര ഇങ്ങനെ പഴയ വണ്ടിയാണ് എനിക്ക് ഇഷ്ടം. എല്ലാ ലേഡീസിനും പുതിയ വണ്ടികളായിരിക്കും ഇഷ്ടമല്ലേ? എനിക്ക് കുറച്ച് പഴയ വണ്ടികൾ ഇഷ്ടമാണ്, വിന്റേജ് കളക്ഷൻസ്. അപ്പൊ ഇപ്പൊ ഒരു FJ ട്രക്ക് എടുത്ത് 4 വീൽ ഡ്രൈവ്. അത് ഭയങ്കര റെയർ പീസ് ആണ്. അങ്ങനെ പഴയ വണ്ടിയാണ് എനിക്ക് അതെ അതെ, ഒരു പുതുപുത്തനാക്കി എടുക്കും. അതെ അതെ, പഴയ വണ്ടികളാണ് കുറച്ചുകൂടെ ഇഷ്ടം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ കാണുമ്പോ ചെറിയ കുട്ടികളായാലും ടീനേജിലുള്ള പെൺകുട്ടികൾക്കൊക്കെ താങ്കളെ ഭയങ്കര ഇഷ്ടമാണ്, കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഇങ്ങനെ പറയുന്നതിനെ കുറിച്ച്. അപ്പൊ അവര് വന്നിട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട്, എങ്ങനെ ഇത് പഠിക്കാൻ പറ്റുമോ? സ്റ്റുഡൻസ് ആണ് മെയിൻ ആയിട്ട്. നമ്മൾ ക്ലാസ്സിൽ ഇങ്ങനെ എൻട്രി ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ഫ്രീലാൻസ് ആയിട്ട് ക്ലാസ്സിൽ പോകും. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കും ആർക്കും മനസ്സിലാവല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ ക്ലാസ്സിൽ എൻട്രി ചെയ്യുമ്പോൾ അവിടെ ഒരു കുട്ടിയെങ്കിലും വന്നിട്ട് ടീച്ചർ അതല്ലേ. അപ്പൊ പിന്നെ അവര് അതില് ക്രേസി ആയിട്ടുള്ള ഒരു 2-3 ഗേൾസ് ഉണ്ട്. അവര് വന്നിട്ട് ഈ നമ്മൾ പഠിപ്പിച്ചാണ്, ടീച്ചർ അതെങ്ങനെ ചെയ്യണം, ഇതെങ്ങനെ ചെയ്യണം, ക്വസ്റ്റ്യൻസ് അല്ല, നമ്മുടെ വണ്ടി അതെങ്ങനെ ചെയ്യും, ഇതെങ്ങനെ ചെയ്യും എന്നുള്ള കാര്യം. പക്ഷെ ഞാൻ മാക്സിമം അതിൽ ഡിസ്ട്രാക്റ്റഡ് ആക്കാതെ നോക്കും. കാരണം എല്ലാരും ഈ സാറുമാരൊക്കെ വിചാരിക്കില്ലേ ഇവള് വന്ന് എന്താ വണ്ടിക്കഥ പറയുള്ളൂ ക്ലാസ്സിൽ. അപ്പൊ ഈ നമ്മൾ സാധാരണ ചെറിയ കുട്ടിയൊക്കെ ആയിരിക്കുമ്പോൾ ഒരു വണ്ടി കാണുമ്പോൾ, പ്രത്യേകിച്ച് സ്വന്തമായിട്ട് വീട്ടിൽ വണ്ടി ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ വണ്ടി കാണുമ്പോൾ, പണ്ടെല്ലാവരും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു, ഒന്ന് കറക്കോന്ന് ചോദിക്കും. ഞാനൊന്ന് ചോദിക്കാം, എന്നെ ഒന്ന് ഇഷ്ടമാണ് ഈ ലേഡീസിനെ ഇരുത്തിയിട്ട് ഡ്രിഫ്റ്റ് ചെയ്തിട്ട് അവരുടെ കേട്ടോ. മറ്റേ നമ്മൾ ചുറ്റാൻ കൊണ്ടുപോകുന്ന ചോദിക്കുന്നത്, ഇത് ശരിക്കും കറക്കാണ്. എന്തായാലും ഒന്ന് പോവാം, ഞാനൊന്ന് എക്സ്പീരിയൻസ് ചെയ്യട്ടെ. ഓക്കെ. എന്തായാലും എന്നെ സംബന്ധിച്ചൊരു ഗംഭീര ദിവസമായിരുന്നു കേട്ടോ. ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത കുറച്ച് സമയം സമ്മാനിച്ചതിന് താങ്ക് യു സോ മച്ച്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എന്താണ് ഏറ്റവും വലിയ ഡ്രീം? ഇനി F1 റേസ് ഓട്ടിക്കാന്ന് തന്നെ. അപ്പൊ അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ എഫേർട്ട് എടുക്കേണ്ടതുണ്ടോ? എഫേർട്ട് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് നമുക്ക് നല്ലൊരു സ്പോൺസറിനെ കിട്ടണം, നല്ലൊരു വണ്ടി സെറ്റ് ആക്കണം. വണ്ടിയാണല്ലോ മെയിൻ. സോ അത് ഓക്കെ. എന്തായാലും എല്ലാവിധ ആശംസകളും, എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നടക്കട്ടെ. ഒരു ഗംഭീര സ്പോൺസർ ഇത് കഴിയുമ്പോൾ വരട്ടെ. താങ്ക് യു സോ മച്ച്. ബൈ. വീണ്ടും പുതിയൊരു അതിഥിയുമായി കാണാം. നമസ്കാരം.